നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ചരിത്രം, കേരള നവോത്ഥാനമാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേ 11 ആണ്. അപ്പോൾ 11ാമത്തെ ദിവസത്തെ ഒന്നാമത്തെ വർക്കൗട്ട് ക്ലാസ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിലെ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ സി, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന പുസ്തകം എഴുതിയത് K ദേവയാനിയാണ്. ഓപ്ഷൻ ഡി, വെട്ടിച്ചുട്ട് സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ സമരമാണ്. അപ്പൊ ഇതിൽ ഞാൻ ഉത്തരം തന്നെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അതിൽ തെറ്റായ പ്രസ്താവന. അതായത് വെട്ടിച്ചുട്ട് സമരം എന്നറിയപ്പെടുന്നത് എന്തിനെയല്ല, ചാന്നാർ സമരത്തെ അല്ല, കുറിച്യർ സമരത്തെയാണ് വെട്ടിച്ചുട്ട് സമരം എന്നറിയപ്പെടുന്നത്. ഇത് ഡിഗ്രി പരീക്ഷയുടെ ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അതൊരു PYQ ആയതുകൊണ്ട് തന്നെ നിങ്ങളും പഠിക്കണം. അപ്പൊ ഈ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും പരിശോധിച്ചാൽ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു എളുപ്പമാർഗം ആദ്യം പറഞ്ഞിരുന്നു. ചോദ്യത്തിൽ എവിടെങ്കിലും സമ എന്ന വാക്കുണ്ടോ നോക്കണം. ഈ സമ എന്ന് പറഞ്ഞ വാക്കൊന്ന് അടിവരച്ചേക്കണം. സമ എന്ന വാക്കുമായി എന്ത് ചോദ്യം വന്നാലും ഉത്തരം ആരായിരിക്കും? വൈകുണ്ഠസ്വാമികളായിരിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നവോത്ഥാന കേരള ചരിത്രമായിരിക്കണം. സമപന്തി ഭോജനം എന്നറിയപ്പെടുന്ന ഒരു ആചാരമുണ്ട്. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാ. സമപന്തി ഭോജനം, അതിൽ സമ എന്ന വാക്കുണ്ട്. സമപൂർണദേവൻ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ സമ്പൂർണദേവൻ എന്ന പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതായത് സമപൂർണദേവനാണ് സമ്പൂർണദേവൻ എന്ന് പറയുന്നത്. അപ്പൊ സമപൂർണദേവൻ അല്ലെങ്കിൽ സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? അത് വൈകുണ്ഠസ്വാമികളാ. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം സമപാതിത്തോപ്പ്, സ്വാമിത്തോപ്പ. വീണ്ടും ആവർത്തിക്കുന്നു, സ്വാമിത്തോപ്പ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ്. സമപൂർണദേവൻ അല്ലെങ്കിൽ സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ഒരു ആശയത്തിന്റെ പേരാണ് സമപന്തി ഭോജനം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പന്തി ഭോജനം ഉണ്ട്, അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു സംഘടന ഉണ്ട്, ഏതാ? സമത്വ. അവിടെയും സമ എന്ന വാക്കുണ്ടല്ലോ, സമത്വ സമാജം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്, തർക്കമില്ല. കേരളത്തിൽ ആദ്യമായി 1836 തിരുവിതാംകൂറിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു ഹയർ ഓർഡർ പരീക്ഷ ചോദ്യമാണ്. നിങ്ങൾ ഓർക്കേണ്ട ലോജിക്ക് ഇതാണ്. 1836 അദ്ദേഹം ഡിമാൻഡ് ചെയ്തു തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന്. പക്ഷേ 100 വർഷം കഴിഞ്ഞ 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുന്നത്. 100 വർഷത്തിന് ശേഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രസക്തി ഉണ്ട്. അപ്പൊ ആ ഒരു ചോദ്യം ഒന്ന് ഓർത്തു വെക്കുക. കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ അപ്പൊ ഈ ഓപ്ഷൻ ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഇത് പറയുന്ന തെറ്റായ പ്രസ്താവനയല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്കിയേ, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. ശരിയാണ്, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കും പണ്ഡിറ്റ് കറുപ്പൻ അല്ലയോ? അല്ല, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് അന്തർജന വിഭാഗത്തിന്റെ അല്ലെങ്കിൽ നമ്പൂതിരി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് VT ഭട്ടതിരിപ്പാടെന്ന് ആരെയും. കാരണം എന്താ? VT ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞ ഒരു അന്തർജന അല്ലെങ്കിൽ നമ്പൂതിരി വിഭാഗത്തിലെ ആളായിട്ട് നമുക്ക് തോന്നില്ലേ? അപ്പൊ VT ഭട്ടതിരിപ്പാടിനെ ഒന്ന് ഓർത്തു വെക്കണം. ഈ VT ഭട്ടതിരിപ്പാടിന് ഒരു നാടകമുണ്ട്. നാടകത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. എന്താ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അത് വരും ക്ലാസ്സിൽ എടുത്തോളാം. അപ്പൊ കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന പുസ്തകം എഴുതിയത് K ദേവയാനിയാണ്. ശരിയാണ്. K ദേവയാനിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ പഠിക്കണം. 3 പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒന്നാമത്തെ വസ്തുത ഈ പറഞ്ഞ വസ്തുത, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന പുസ്തകം അല്ലെങ്കിൽ എന്ന ആത്മകഥ എഴുതിയത് K ദേവയാനിയാണ്. അത് ഓർത്തു വെക്കണേ. 1946 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കണ്ണൂർ ജില്ലയിൽ നടത്തിയ കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാവ് എന്നറിയപ്പെടുന്നത് K ദേവയാനിയാണ്. 1946, അതായത് 1947 തൊട്ട് മുന്നത്തെ വർഷം 1946 കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് കരിവള്ളൂർ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ K ദേവയാനി ആയതുകൊണ്ടാണ് കരിവള്ളൂർ സമര നായിക എന്നാരെ അറിയപ്പെടുന്നത്? K ദേവയാനി അറിയപ്പെടുന്നത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് ആര് തന്നെ? K ദേവയാനി. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നവോത്ഥാന
അടിസ്ഥാനത്തിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്പഠാനത്തിനാണ്. അത് വേറെ ഇത് വേറെ. അതായത് ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ ശാഖകളുണ്ട്. അതിൽ ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വനിതയുടെ പേര് കെ ദേവയാനിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെട്ടിച്ചുണ്ട് സമരം എന്നറിയപ്പെടുന്ന എന്തിനെയല്ല, ഈ പറയുന്ന ചാന്നാർ സമരത്തെ അല്ല, കുറിച്ചർ സമരത്തെയാണ്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, ആ ഒരു മത്സര പരീക്ഷയിൽ ചാന്നാർ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണും. അതിന്റെ പ്രധാന കാരണം 5ാം ക്ലാസ്സിലെ പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ഈ ചാന്നാർ സമരത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ചാന്നാർ സമരത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. അയ്യങ്കാളി പഞ്ചമി എന്നറിയപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ 2 ടോപ്പിക്കിൽ ഏതെങ്കിലും ഉറപ്പായും കാണും. അത്രയേറെ കോൺഫിഡന്റോടുകൂടി പറയുന്നത് വേറൊന്നുകൊണ്ടല്ല, ഈ പറയുന്ന 2 ടോപ്പിക്കും PYQ ആണ്. ഈ പറയുന്ന 2 ടോപ്പിക്ക് നമ്മുടെ സിലബസിലുണ്ട്. ഈ പറഞ്ഞ 2 ടോപ്പിക്ക് എവിടെയുണ്ട്? പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റിലുമുണ്ട്. നിങ്ങൾ എഴുതാൻ പോകുന്ന ഇന്ന മത്സര പരീക്ഷ എന്നില്ല, ഏത് മത്സര പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അത് ഗുണം കിട്ടും. അപ്പൊ ഇതിലെ നമുക്ക് ലോജിക്കിലേക്ക് വരണേ. ഇനി നോക്കിയേ, കേരള PSC മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനകളും അതിന്റെ വർഷവും അതിന്റെ സ്ഥാപകരെയും അതിന്റെ പ്രധാനപ്പെട്ട മുഖപത്രവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഒന്നാമത് നമ്മളൊരു ഓർഡർ പറഞ്ഞു തരുക. നിങ്ങളുടെ കയ്യിൽ പേനയും പേപ്പറും കാണും, അല്ലെങ്കിൽ ബുക്കും പേനയും കാണും. അത് എന്ത് ചെയ്യുക, ഈ പറയുന്ന കണ്ടന്റുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എഴുതണം. ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്ന് എഴുതി വെച്ചാൽ, കാരണം നമുക്ക് അധിക സമയമില്ല. ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി അധിക സമയമില്ല. നമ്മൾ നോട്ട് എഴുതി വളരെ വ്യക്തമായിട്ട് നോട്ടും എഴുതി സ്കെച്ചും ഒക്കെ വരച്ചോണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പരമാവധി PYQ ഡിസ്കസ് ചെയ്ത് പോകണം, പരമാവധി SCERT കവർ ചെയ്യണം. ഇനി ഇത് മാത്രം പോരല്ലോ, നമ്മൾ ഈ പറഞ്ഞ കേരള ചരിത്രം നവോത്ഥാനം മാത്രം പോരാ. നമുക്ക് ഇനി നാച്ചുറൽ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്, പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് തീർക്കണം, നമുക്ക് റിവൈസ് ചെയ്ത് പോകണം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ സംഘടനയുടെ പേര് സമത്വ സമാജം. ആരംഭിച്ച വർഷം 1836. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. അതിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്തോന്നറിയാവോ? സമ എന്ന വാക്ക് അടിവരയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. സമത്വ സമാജം -1836 വൈകുണ്ഠസ്വാമികൾ. അപ്പൊ 1836 മറ്റൊരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എന്തുവാ? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം ആദ്യമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് 1836 വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ സമത്വ സമാജം 1836 ക്ഷേത്രപ്രവേശനം എന്നൊന്ന് നോട്ട് ചെയ്താൽ മതി. ക്ഷേത്രപ്രവേശനം 1936 100 വർഷം കഴിഞ്ഞതാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഈ സംഘടനയ്ക്ക് എന്തില്ല? മുഖപത്രമില്ല. ഇല്ലാത്തത് നിങ്ങൾ ഉണ്ടാക്കിയൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലാത്തത് ഇല്ല എന്ന് തന്നെ അങ്ങ് പഠിച്ചാൽ മതി. കാരണം ചോദ്യകർത്താവ് പ്രസ്താവന ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആക്കി ഒന്ന് പറഞ്ഞു തന്നെ. സമത്വ സമാജം 1836 സ്ഥാപിച്ചു. ശരിയോ തെറ്റോ? ശരിയാ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. ശരിയാ. സമത്വ സമാജത്തിന്റെ മുഖപത്രം സാധുജന പരിപാലനയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റിലെ തെറ്റ്. ഇങ്ങനെയാണ് കണ്ടന്റ് പഠിക്കേണ്ടത്. അപ്പൊ സമത്വ സമാജം 1836 വൈകുണ്ഠസ്വാമികൾ എന്തില്ല? മുഖപത്രമില്ല. അടുത്തത് SNDP എന്നറിയപ്പെടുന്ന സംഘടനയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. പൂർണ്ണമായിട്ടൊന്നും എഴുതണ്ട, SNDP മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 1903 ഫോം ചെയ്തേ. അപ്പൊ SNDP ആരംഭിച്ച വർഷം 1903. സ്ഥാപകന്റെ പേര് SN ഗുരു. SN ഗുരു എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു. നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി SN ഗുരു എന്നങ്ങ് പറയുക. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ 100% ഉത്തരം എഴുതും, ശ്രീനാരായണ ഗുരുവാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വെറൈറ്റി ചോദ്യമാണ്. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ SNDPയുടെ മുഖപത്രം എന്താണ്? അത് വിവേകോദയമാണ്. വിവേകോദയത്തിന്റെ ബ്രാക്കറ്റിൽ നമ്മളൊരു പോയിന്റ് കൂടെ കൊടുക്കും, യോഗനാഥം. കാരണം കൂടെ പറഞ്ഞിട്ടെ, ഈ വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേരാ, കറണ്ട് നെയിമാണ് യോഗനാഥം. പരീക്ഷയ്ക്ക് ഇപ്പോഴും വാല്യൂ ചെയ്തത് ആരെ തന്നെ? വിവേകോദയത്തെ തന്നെ, മാറ്റമില്ല. അപ്പൊ ഈ പറയുന്ന 4 കണ്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ SNDP ആരംഭിച്ച വർഷം 1903 ഒരു സ്റ്റേറ്റ്മെന്റ്. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം, അല്ലെങ്കിൽ പറഞ്ഞേ വിവേകോദയം അല്ലെങ്കിൽ യോഗനാഥം എന്ന. ഈ വിവേകോദയത്തിന് ഇപ്പോഴത്തെ പേരെന്താന്നാ പറഞ്ഞേ? യോഗനാഥം എന്ന. ഒരു പോയിന്റ് കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. വിവേകോദയം ആരംഭിച്ച വർഷം
1904. SNDP ആരംഭിച്ച വർഷം 1903. അതിന്റെ വാർഷികം എന്ന തൊട്ടടുത്ത വർഷം. നമ്മളെല്ലാവരും കൂടെ 10th ലെവൽ പരീക്ഷയ്ക്ക് പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം കൂടെ ഒരു സംഘടന 2024 ഫോം ചെയ്തെന്നിരിക്കട്ടെ, എങ്കിൽ അതിന്റെ വാർഷികം 2025 ഇതേ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. 1903 ഫോം ചെയ്ത SNDPയുടെ വാർഷികം 1904. ഈ 1904 വിവേകോദയം എന്നറിയപ്പെടുന്ന മാഗസിൻ സ്ഥാപിക്കുന്നത്. ഇതിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. അതിന്റെ ആദ്യ എഡിറ്റർ M. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. വരും ക്ലാസ്സിൽ എടുത്തോളാം, നിങ്ങൾ എഴുതിയേ വേണ്ട, നോട്ട് ചെയ്യേ വേണ്ട, ഞാൻ പറയുന്ന കണ്ടന്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. ഈ വിവേകോദയത്തെ അറിയപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക വിവേകോദയമാണ്. അപ്പൊ SNDP കിട്ടി, 1903 കിട്ടി, ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചെന്ന് കിട്ടി, വിവേകോദയമാണ് മുഖപത്രം. വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താ? യോഗനാഥം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. ഈഴവ ഗസറ്റ് മറക്കല്ലേ, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക വിവേകോദയമാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനും ആദ്യ എഡിറ്റർ M. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ്. ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്ത സംഘടന നോക്കിയേ, സാധുജന പരിപാലന സംഘം. ഈ സംഘടന പഠിക്കാൻ ഈസിയാ. സാധുജന പരിപാലന സംഘം എന്ന സംഘടന ആരംഭിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. ഇതിന്റെ ഒരു സ്ഥാപകനുണ്ട്. സ്ഥാപകന്റെ പേര് അയ്യങ്കാളി എന്നാണ്. അപ്പൊ സാധുജന പരിപാലന സംഘത്തിന് ഒരു മുഖപത്രം ഉണ്ടല്ലോ. മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്ന. അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം എന്ന 1907. സ്ഥാപകന്റെ പേര് അയ്യങ്കാളി. മുഖപത്രം സാധുജന പരിപാലിനി. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു. നമ്മൾ ഈ എഴുതി വച്ചേക്കുന്ന എല്ലാ സംഘടനയ്ക്കും മുഖപത്രം ഉണ്ടെങ്കിൽ മുഖപത്രം സ്ഥാപിച്ച ആള് തന്നെ സംഘടനയും സ്ഥാപിക്കണം. വീണ്ടും ആവർത്തിക്കുന്നു, സംഘടന സ്ഥാപിച്ച ആൾ ആരാണോ അദ്ദേഹം തന്നെ ആയിരിക്കും എന്തു ആരംഭിക്കുന്നേ? മുഖപത്രവും ആരംഭിക്കുന്നേ. ഒരിടത്തു മാത്രം വ്യത്യാസം, വീണ്ടും ആവർത്തിക്കുന്നു, ഒരിടത്തു മാത്രം വ്യത്യാസം SNDPയുടെ കേസിൽ മാത്രം. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാ, സമ്മതിച്ച്. പക്ഷേ SNDPയുടെ മുഖപത്രമായ വിവേകോദയം അല്ലെങ്കിൽ യോഗനാഥം സ്ഥാപിച്ചത് ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല, അതുമാത്രം കുമാരനാശാൻ. ബാക്കിയുള്ള നോക്കിയേ, സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. സ്ഥാപകന്റെ പേര് അയ്യങ്കാളിയ. ഇതിനൊരു മുഖപത്രമുണ്ട്. മുഖപത്രം സാധുജന പരിപാലിനി. അപ്പൊ മുഖപത്രം ആരംഭിച്ചത് ആരാ? അത് അയ്യങ്കാളിയാ സ്ഥാപിക്കുന്നത്. 1913 സ്ഥാപിക്കുന്നേ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സാധുജന പരിപാലനിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് പത്രം, ഇന്ത്യ ഫസ്റ്റ് ദളിത് പത്രം എന്നൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് പത്രം എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു പോകേണ്ടത്. അതല്ലാതെ ഒരു 10,000 സ്റ്റേറ്റ്മെന്റ് കാണാപ്പാഠം പഠിച്ചെന്നും പറഞ്ഞ് നമ്മുടെ മത്സര പരീക്ഷ നമുക്ക് ശോഭിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മുൻകാല വർഷങ്ങളിൽ ഉദ്യോഗാർത്ഥികളെല്ലാം വായിച്ച അല്ലെങ്കിൽ പഠിച്ച രീതി തന്നെ നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നു. കണ്ടന്റ് പഠിക്കുക, കണ്ടന്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ചോദ്യം വന്നാൽ സോൾവ് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് വന്നാൽ സോൾവ് ചെയ്യുക. അതല്ലാതെ ഒരു 1,00,000 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ 10,000 പ്രസ്താവന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? മുഴുവൻ കണ്ടന്റുമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കുന്നു. സ്ഥാപകൻ അയ്യങ്കാളി. മുഖപത്രം സാധുജന പരിപാലിനി. അടുത്ത നോക്കിയേ, യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908 യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത്. ഈ യോഗക്ഷേമ സഭയ്ക്ക് ഒരു സ്ഥാപകനുണ്ട്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുദ്രാവാക്യമുണ്ട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുവാ? നമ്പൂതിരി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകന്റെ പേര് VT ഭട്ടതിരിപ്പാട് എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ മുദ്രാവാക്യത്തിന് പ്രത്യേകത പറഞ്ഞേ. മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പൊ മേക്ക് നമ്പൂതിരി ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് സ്ലോഗൻ. അപ്പം ഈ പറയുന്ന യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908. സ്ഥാപകന്റെ പേരെന്താണ്? VT ഭട്ടതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. മുഖപത്രം മംഗളോദയം എന്നാണ്. അപ്പൊ മംഗളോദയം സ്ഥാപിച്ചത് ആരാ? മംഗളോദയം സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. തിരിച്ചും മറിച്ചും ഒരിടത്ത് മാത്രം വ്യത്യാസമെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നത് വേറൊന്നുകൊണ്ടല്ല. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. പക്ഷെ SNDPയുടെ മുഖപത്രത്തിന്റെ സ്ഥാപകൻ ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല, അത് കുമാരനാശാനാണ്. അത് ഓർത്തു വെക്കണേ. ഓക്കെ, അടുത്തത് നോക്കിയേ, PRDS എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. PRDS എക്സ്പാൻഷൻ ഒന്നും നിങ്ങൾ പഠിക്കേ വേണ്ട, എഴുതിയേ വേണ്ട. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന PRDSന്റെ പൂർണ്ണമായ നാമധേയം. പറയുന്ന
PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായി ബന്ധപ്പെട്ട് 1909 PRDS ഫോം ചെയ്തത്. ഇതിന്റെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേൽ യോഹന്നാന. ഈ പൊയ്കേൽ എന്ന് പറയുന്ന വാക്കൊന്ന് അടിവരച്ചേക്കണേ. പൊയ്കേൽ എന്ന് പറയുന്ന വാക്ക് ചേർത്ത് 3 ചോദ്യങ്ങളാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്ന് പൊയ്കേൽ ഉപദേശി, മറ്റൊന്ന് പൊയ്കേൽ അപ്പച്ചൻ, മറ്റൊന്ന് പൊയ്കേൽ യോഹന്നാൻ. ഈ 3 പേരും ആര് തന്നെയാ? കുമാര ഗുരുദേവൻ തന്നെയാ. ഈ കുമാര ഗുരുദേവന് മറ്റൊരു പേരാണ് പൊയ്കേൽ യോഹന്നാൻ. മറക്കല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പൊ PRDS എന്നറിയപ്പെടുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ച വർഷം 1909. ഇതിനൊരു സ്ഥാപകനുണ്ട്. ആ സ്ഥാപകന്റെ പേര് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേൽ യോഹന്നാൻ ആണെന്ന് പറഞ്ഞു. ഈ സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. മുഖപത്രം ആദിയാർ ദീപം. അപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് സംഘടന 1, രണ്ടാമത്തത് പ്രധാനപ്പെട്ട ആ സംഘടന സ്ഥാപിച്ച വർഷം, മൂന്നാമത്തത് സ്ഥാപകൻ, നാലാമത്തത് മുഖപത്രം എന്നല്ലേ. അപ്പൊ ആദിയാർ ദീപം എന്ന മുഖപത്രം ആരാണ് സ്ഥാപിച്ചത്? അത് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ ഉപദേശി എന്നറിയപ്പെടുന്ന ആരാ? അത് കുമാര ഗുരുദേവനാ. പൊയ്കേൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആര്യാ? കുമാര ഗുരുദേവൻ. ഇത് ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം, പൊയ്കേൽ അപ്പച്ചൻ കേൾക്കുമ്പോൾ നമ്മൾ കരുതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ അപ്പച്ചൻ അല്ലയോ? അല്ല, പൊയ്കേൽ അപ്പച്ചൻ വേറെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ വേറെ. രണ്ടാളുകളാണ്. തിരിഞ്ഞു പോരുത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും സംഘടന ക്ലിയർ ആയി. ഇനി പറയുന്ന ഈ 4 സംഘടനയും കൂടെ ആകുമ്പോൾ പ്രധാനപ്പെട്ട നവോത്ഥാനത്തിൽ നിന്ന്, കേരള ചരിത്രത്തിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനകളായി. ഒന്ന് NSS എന്ന് പറയും, നായർ സർവീസ് സൊസൈറ്റി. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിച്ചപ്പം അതിൽ വ്യക്തമായി ഞാൻ പറഞ്ഞായിരുന്നു, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മാതൃകയിൽ കേരളത്തിൽ ഫോം ചെയ്ത സംഘടനയുടെ പേര് NSS എന്നാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേര് NSS എന്നാണ്. ഈ NSS സ്ഥാപിച്ച വർഷം 1914. 1914 ഒക്ടോബർ 31 സംഘടന ഫോം ചെയ്തത്. നിങ്ങൾ കറക്റ്റ് ഡേറ്റ് ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു +2 നിലവാരത്തിലുള്ള, ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്കാണ് കറക്റ്റ് ഡേറ്റ് സഹിതം ചോദിക്കാറുള്ളത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, PYQ മാത്രം ഡിസ്കസ് ചെയ്തു പോകുന്നു. NSS ആരംഭിച്ച വർഷം 1914. സ്ഥാപകന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. ഈ പറയുന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. സംഘടനയുടെ മുഖപത്രം സർവീസാണ്. അപ്പൊ സർവീസ് സ്ഥാപിച്ചത് ആരാ? അത് മന്നത്ത് പത്മനാഭന. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാ, അത് മന്നത്ത് പത്മനാഭനാണ്. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. ഒത്തിരി പ്രത്യേകതയുണ്ട്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ ആരംഭിച്ച സംഘടനയുടെ പേര് NSS എന്നാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ദിവസം ഓരോ നവോത്ഥാന നായകന്മാരെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടേം ആയിട്ട്, അതായത് ഓരോ പാർട്ടായിട്ട് നമ്മൾ വരും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ തരുന്ന മെറ്റീരിയൽ പരമാവധി എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ചുമ്മാതെ ക്ലാസ് കണ്ടങ്ങ് പോവുകയല്ല. ക്ലാസ് കാണുന്നു, അതിന് നോട്ട്സ് വായിക്കുന്നു. അതിന്റെ പരീക്ഷ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ ഇപ്പോഴും ഏകദേശം 11,700 കുട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ അതിൽ ജോയിൻ ചെയ്തു. അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ കൂട്ടായ്മയിൽ മാത്രം 11,000 സംതിങ് അല്ലെങ്കിൽ 12,000 ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ, ഈ പറഞ്ഞ ടെലഗ്രാം കൂട്ടായ്മയിൽ, വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ, ഈ പറഞ്ഞ ഗ്രന്ഥശാല കേന്ദ്രീകരിച്ച് കമ്പൈൻ സ്റ്റൈലിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മളും അവരെ എന്ത് ചെയ്യണം, അവരെ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ മുന്നേറണം. അതിനുവേണ്ടിയാണ് ഈ കണ്ടന്റുകളെല്ലാം തരുന്നത്. ഇനി ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ട്, കേറ്ററ്റിന്റെ റിവിഷൻ ക്ലാസ് ചെയ്യാമോ? വരും ദിവസങ്ങളിൽ ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് ഒതുങ്ങിയതിനു ശേഷം നമ്മൾ കേറ്ററ്റിന്റെ റിവിഷൻ തുടങ്ങും. കേറ്ററ്റിന്റെ റിവിഷനോടൊപ്പം തന്നെ HSAയുടെ റിവിഷൻ തുടങ്ങും. ദെൻ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള CPO സിവിൽ പോലീസ് ഓഫീസറുടെ കുറച്ച് കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു, CPOയുടെ റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യൂ. എല്ലാം പറഞ്ഞല്ലോ. ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, അടുത്തത് സഹോദര സംഘം എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. വേറെ ഒന്നും ഓർക്കണ്ട, ആ ലോജിക്കിലാത്ത തന്നെ ക്വസ്റ്റ്യനുകളുണ്ട്, ഉത്തരവുണ്ട്. സഹോദര സംഘം ആരംഭിച്ച വർഷം മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. 1917 സഹോദര സംഘം സ്ഥാപിക്കുന്നത്. അപ്പൊ സഹോദര സംഘം സ്ഥാപിച്ചത് ആരായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിൽ സഹോദരൻ അയ്യപ്പനായിരിക്കും. അതിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. സഹോദര സംഘം എന്ന സംഘടന 1917 സ്ഥാപിക്കുന്നു. സ്ഥാപകന്റെ പേര് സഹോദരൻ അയ്യപ്പൻ. ഇനി മുഖപത്രമുണ്ട്. മുഖപത്രം എന്തുമായിരിക്കും? നിങ്ങൾ തന്നെ പറ. സഹോദരൻ എന്ന മുഖപത്രം
ആ വർഷം മാത്രം ഒന്ന് കാണാതെ പഠിച്ചാൽ പോരെ. സഹോദര സംഘം 1917. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ചില ആളുകൾ മനസ്സ് വിചാരിക്കും, അയ്യോ ഈ പറയുന്ന വർഷങ്ങളൊന്നും എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാ ഇതൊക്കെ ഓർത്തു വെക്കാൻ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങളുടെ ഫോൺ നമ്പർ 10 ഡിജിറ്റുള്ള നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാപ്പാടാവും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാപ്പാടാവുന്നത്? നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ദെൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ അമ്മയുടെ, അച്ഛന്റെ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ഒരാൾ, ഒത്തിരി സുഹൃത്തുക്കൾ കാണും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബന്ധുമിത്രാദിയുടെ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന ആരെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ എല്ലാ നമ്പർ നിങ്ങളുടെ കാണാപ്പാടമായിരിക്കുമല്ലോ, പെട്ടെന്ന് എന്താ ഡയൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓർത്തു വെക്കുന്നത്? കാരണം നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്. നിങ്ങളുടെ ആവശ്യമാണത്. അതേപോലെ ഇതും നിങ്ങളുടെ എന്താണ്? ആവശ്യമാണ്. ഈ വർഷം പഠിച്ചില്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ ലൊക്കാലിറ്റി പോലും നമുക്ക് കയറാൻ പറ്റത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അങ്ങ് കാണാപ്പാടം അങ്ങ് പഠിക്കുക. സഹോദര സംഘം എന്ന് കേൾക്കുമ്പോൾ തന്നെ 1917 എന്ന് വരണം. അത്രയേ ഉള്ളൂ. സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിക്കുന്നത്. സഹോദരൻ എന്ന് പറയുന്ന മുഖപത്രം. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേലക്കാരൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്, യജമാനൻ എന്ന് പറയുന്ന മാസികയുണ്ട്. രണ്ടാണ്. വീണ്ടും ആവർത്തിക്കുന്നു, യജമാനനും ഉണ്ട്, വേലക്കാരനും ഉണ്ട്. വേലക്കാരൻ എന്ന മാഗസിൻ ഫോം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. യജമാനൻ എന്നറിയപ്പെടുന്ന മാഗസിൻ സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. തിരിയരുത്. വേലക്കാരൻ സഹോദരൻ അയ്യപ്പനും, യജമാനൻ വാഗ്ഭടാനന്ദനും. അവിടെ നമ്മളെ കുഴപ്പിക്കുന്നത് അതിന്റെ ലോജിക്ക് വെച്ച് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു തമാശ കൂടുതലുള്ള ഒരു സിനിമയാണ് മേലെ പറമ്പിൽ ആൺവീട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ഡയലോഗ് പറയും, വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. വേറെ ഒന്നുമില്ല, വേലക്കാരി അവിടെ പറയും, നമ്മളിവിടെ വേലക്കാരൻ. അവിടെ മൊത്തം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കഥയല്ലേ പറയുന്നത്. ജയറാം ഉൾപ്പെടെ, ഈ പറയുന്ന ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ കഥാപാത്രങ്ങളെ പറ്റിയുള്ള ആ സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നത്. അങ്ങനെങ്കിലും ഓർത്തു വെക്ക്. പരീക്ഷാളി കയറുമ്പോൾ കോഡല്ല നമുക്ക് വേണ്ടത്, നമുക്കൊരു ലോജിക്ക്. പരീക്ഷാളി കയറുമ്പോൾ ആ വേലക്കാരൻ ഇല്ല, അങ്ങേര് പറഞ്ഞായിരുന്നു എങ്ങനെ ഈ പറയുന്ന സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളുടെ കഥയാണ് വേലക്കാരി ആയിരുന്നാലും, അങ്ങനെ മതി. അതല്ലാതെ ഒരു പരീക്ഷാളി കയറുമ്പോൾ വേലക്കാരൻ സഹോദരൻ അയ്യപ്പൻ, ഹാളി കയറും വേലക്കാരൻ വാഗ്ഭടാനന്ദനായിട്ട് മാറരുത്. ഓക്കെ, യജമാനാണ് ആരുടെ? വാഗ്ഭടാനന്ദന്റെ തിരിഞ്ഞു പോലെ. അടുത്തത് സെയിം വർഷം 1917 ഒരു സംഘടന ഫോം ചെയ്യും. ആ സംഘടനയുടെ പേര് ആത്മവിദ്യാ സംഘം എന്നാണ്. അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാ? അത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മുഖപത്രം, അതായത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. അപ്പൊ അഭിനവ കേരളം ആരാ സ്ഥാപിച്ചേ? അത് വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. അടുത്ത 1918 പറയുന്ന മുമ്പേ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുവാണ്. 1917 ആത്മവിദ്യാ സംഘം, സ്ഥാപകന്റെ പേര് വാഗ്ഭടാനന്ദൻ, മുഖപത്രത്തിന്റെ പേര് അഭിനവ കേരളം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്തോന്നറിയോ? ആലപ്പുഴ കേന്ദ്രീകരിച്ച് ആത്മവിദ്യാ സംഘം ആരംഭിച്ച വനിതയുടെ പേര് നിങ്ങളൊന്ന് ഓർത്തു പറഞ്ഞേ. കെ ദേവയാനി. അത് വേറെ, ഇത് വേറെ. ഓക്കെ. ദെൻ 1918 ഒരു സംഘടന ഫോം ചെയ്യുക. ആ സംഘടനയുടെ പേര് ആനന്ദ മഹാസഭ എന്നാണ്. 1918 സംഘടന സ്ഥാപിക്കുന്നു, ആനന്ദ മഹാസഭ. ഈ ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുരുഷ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, ആലത്തൂർ സ്വാമി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് 1918 ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത്. ഇതിന് മുഖപത്രം അത് സാരഗ്രാഹിയാണ്. മുഖപത്രത്തിന്റെ പേര് സാരഗ്രാഹിയാണ്. അപ്പൊ 1918 ആനന്ദ മഹാസഭ എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ഥാപിക്കുന്നത്. മുഖപത്രത്തിന്റെ പേര് സാരഗ്രാഹി എന്നാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും സംഘടനകളും അതിന്റെ വർഷവും അതിന്റെ സ്ഥാപകനെയും അതിന്റെ മുഖപത്രവും കിട്ടിയില്ലയോ? ഇനി നമ്മളെ പരീക്ഷകളിൽ കയറുമ്പോൾ ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ വന്ന് എഴുതി കളയണം, ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ. അടുത്തത് കേരള PSC മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സമരങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരുക. കുറിച്ചർ സമരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കുറിച്ചർ കലാപം എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണല്ലോ കുറിച്ചർ കലാപം. അതിന് മറ്റൊരു പേരാണ് വെട്ടിച്ചുട്ട് കലാപം. ഇത് നടന്ന വർഷം 1812. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇക്കഴിഞ്ഞ LGS പരീക്ഷയുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടം സഹിതം കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന 6 പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. കുറിച്ചർ കലാപം നടന്ന ജില്ല വയനാട്. ഇതൊക്കെ നമ്മൾ പാക്കേജ് ആയിട്ട് വരും ക്ലാസ്സിൽ എടുത്തോളൂ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. കുറിച്ചർ കലാപത്തിന്റെ മറ്റൊരു പേര് വെട്ടിച്ചുട്ട് കലാപം എന്നാണ്. അപ്പൊ കുറിച്ചർ കലാപം ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ ഈ പറയുന്ന 6 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന്, മുദ്രാവാക്യം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വാ.
വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെടുത്താം? കുറിച്യർ കലാപവുമായി ബന്ധപ്പെടുത്താം. കുറിച്യർ കലാപത്തിന് മറ്റൊരു പേരാണ് വെട്ടിച്ചുട്ടി കലാപം. ഓക്കെ, നടന്ന വർഷം 1812 അറിയാം. ദെൻ അടുത്ത പോയിന്റ്, നടന്ന ജില്ല വയനാട്. ജില്ല ഹൈഫൻ വയനാട്. കുറിച്യർ കലാപം നടന്ന ജില്ല ഏതാണ്? അത് വയനാടാണ്. മുദ്രാവാക്യം പറഞ്ഞേ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇനി ഈ കുറിച്യർ കലാപത്തിന് കാരണക്കാരായ ബ്രിട്ടീഷുകാരനുണ്ട്, ഒരു നേതാവുണ്ട്, അത് പറയാം. ഈ പറയുന്ന കുറിച്യർ കലാപത്തിന് പ്രധാന കാരണം നികുതി വർദ്ധിപ്പിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ കുറിച്യറാണ്. എൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളും കുറിച്യർ വിഭാഗക്കാരാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾ ഞങ്ങളോട് പറയാണ് നികുതി വരണം, നികുതി തരണം, ഉയർന്ന നികുതി തരണം. ഞങ്ങൾ കൃഷിക്കാരാ, ഞങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? ഉയർന്ന നികുതി തരാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പറയും ഉയർന്ന നികുതി തരാൻ പറ്റത്തില്ല, പണമായി തരാൻ പറ്റത്തില്ല, മറിച്ച് കാർഷിക വസ്തുക്കളായിട്ട് തിരിച്ചു തരാം എന്ന് ഞങ്ങൾ പറയുക. നിങ്ങൾ പറയും പറ്റത്തില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾക്ക് പണമായി തന്നെ വേണം. പണമായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എങ്കിൽ ഇവിടുന്ന് ഒഴിഞ്ഞു. ഈ 3 ലോജിക്കാണ് കേരള PSC LGS പരീക്ഷയുടെ 2ാം ഘട്ടം നടത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ചത്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഒന്നുമില്ല. ഈ പറയുന്ന കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങൾ: 1, നികുതി വർദ്ധിപ്പിക്കുന്നു; 2, നികുതി പണമായി തന്നെ കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു; 3ാമത്തത്, പണമായിട്ട് കൊടുത്തില്ല എങ്കിൽ ആ സ്ഥലം ഒഴിയണം എന്ന് പറയുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഒന്നുമില്ലെന്ന്. ഞാൻ നികുതി കൊടുക്കാൻ പോവാണ്. നികുതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പറയുക പണമായി തന്നെ കൊടുക്കണം. എൻ്റെ ഈ പണമില്ല, എൻ്റെ കുറച്ച് നെല്ലിരിപ്പുണ്ട്, എൻ്റെ കുറച്ച് കാർഷിക സാധനങ്ങൾ ഇരിപ്പുണ്ട്. അവർ പറയാ പണമായി തന്നേ പറ്റൂ രഞ്ജിത്തെ. അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി പണമായിട്ട് തരാൻ രഞ്ജിത്തിന് പറ്റുന്നില്ല എങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകും. ഇതാണ് സംഭവം. ഇതാണ് ഈ കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട ലോജിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ കുറിച്യർ കലാപം അവിടെ നികുതി വർധനമാണല്ലോ കാരണം. ഈ നികുതി വർദ്ധിപ്പിച്ചൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥന്റെ പേര് തോമസ് വാർഡൻ എന്നാണ്. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ നികുതി ഹൈപ്പ് ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് തോമസ് വാർഡൻ എന്ന. അങ്ങനെ നികുതി കൂട്ടും, അതിനെതിരെ പ്രതിഷേധം വരും. അതിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളാ കുറിച്യർ കലാപത്തിന്റെ പ്രാദേശിക നേതാക്കൾ. രാമനമ്പി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് പ്രധാന നേതാവ്. രാമനമ്പി, 1000 വീട്ടിൽ കൊന്തപ്പൻ, വെൺകലോൻ കേളു. ഈ 3 വ്യക്തികളിൽ രാമനമ്പിയെ നിങ്ങൾ പഠിച്ചാൽ മതി. രാമനമ്പി, കേളു, കോന്തപ്പൻ, ഈ 3 വ്യക്തികളുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ പേര് കുറിച്യർ കലാപം. പ്രധാന നേതാവാര? രാമനമ്പിയ. ഈ കുറിച്യർ കലാപത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ കുറിച്യർ കലാപം ശക്തി പ്രാപിക്കും. അവസാനം TH ബേബർ, സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേ പോണ്ട്, TH ബേബർ പറഞ്ഞൊരു വാക്യമുണ്ട്: 1 മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ആരുടെ നിയന്ത്രണത്തിൽ? കുറിച്യർ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാ. ഇത് പരീക്ഷയ്ക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഒന്നോർത്തു വെക്കുക. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ചാന്നാർ ലഹള. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് സിലബസിൽ ടോപ്പിക് ഉണ്ട്, സ്കൂൾ ടെക്സ്റ്റിൽ പുതിയ SCERT കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാന്നാർ കലാപത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ചാന്നാർ ലഹള നടന്ന വർഷം 1859. വേറെ ഒന്നുമില്ല. ചാന്നാർ കലാപത്തിന്റെ 3 പേരുകളുണ്ട്. ഒന്ന് ചാന്നാർ കലാപത്തിന്റെ പേരുകൾ: 1 മാറുമറയ്ക്കൽ സമരം, അതുമല്ലെങ്കിൽ മേൽമുണ്ട് സമരം, അതുമല്ലെങ്കിൽ ശീലവഴക്ക്. 5ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ ശീലവഴക്ക് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും പറഞ്ഞിരുന്നത്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട ലോജിക്ക് വർഷം 1859. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഈ ചാന്നാർ ലഹള 1859 1812 എന്തുവാ സാറേ? 1812 13 എന്തുവാ സാറേ? 1822 എന്താണ്? അത് വിശദീകരിച്ച് പറയാൻ പോവാ. ആ ബുക്കിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് ഒന്ന് നോട്ട് ചെയ്തോ. 1812 വർഷം മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. 1812 13, 1822, ഏറ്റവും അവസാനം 1859 എഴുതിയല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഒന്നുമില്ല. 1812 തെക്കൻ തിരുവിതാംകൂറിൽ, ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഞാൻ ചാന്നാർ സ്ത്രീയാണെന്നിരിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും കൂടെ, ഞങ്ങൾ കുറേ സ്ത്രീകളെല്ലാം കൂടെ, ചാന്നാർ സ്ത്രീകളെല്ലാം കൂടെ തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ കലാപം തുടങ്ങി. ചാന്നാർ കലാപം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മേൽമുണ്ട് ധരിക്കണം, ഞങ്ങൾ മറയ്ക്കണം, അതിനുവേണ്ടി ഞങ്ങൾ സമരം തുടങ്ങി. ഈ സമരം തുടങ്ങിയത് 1812. തുടങ്ങിയ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷുകാരനായ കേണൽ മൺറോ ഒരു നിയമം കൊണ്ടുവരും. നിയമം കൊണ്ടുവന്നത് ഇങ്ങനെയാണ്: ചാന്നാർ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ആയാൽ അവർക്ക് മേൽമുണ്ട് ധരിക്കാം. 1812 13 നിയമം കൊണ്ടുവന്നത്. നിയമം കൊണ്ടുവന്ന ആരാണ്? കേണൽ മൺറോ. അപ്പൊ നിയമം ഹൈഫൻ കേണൽ മൺറോ എന്ന് ഓർത്തു വെച്ചാൽ മതി. എന്തോ നിയമം? ആദ്യം മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രതിഷേധ സമരം തുടങ്ങി. ഈ പ്രതിഷേധ സമരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും.
അപ്പൊ ഇതെല്ലാം ഒരു ആവശ്യമാണ്, നെസസിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേണൽ മൺറോ എന്ത് ചെയ്തു? ഒരു നിയമം പാസാക്കി. 1812-13 അദ്ദേഹം പാസാക്കിയ നിയമത്തിന്റെ വസ്തുത ഇതാ: ഞാൻ ചാന്നാസ്ത്രീയ എങ്കിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഞാൻ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ മേൽമുണ്ട് ധരിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു നിയമം വരുമ്പം ഭൂരിഭാഗം പേരില്ലെങ്കിലും പകുതിയിലധികം പേരെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോത്തില്ലയോ? ഇതിനെതിരെ സമരം തുടങ്ങും. ഇതാണ് തുടക്കം. അങ്ങനെ 1822 വരെ ധാരാളം സമരങ്ങൾ ഇതിന് ആനുപാതികമായി നടക്കും. 1822 ഒന്നാം ചാന്നാർ കലാപം നടക്കും. ഡിഗ്രി പരീക്ഷയ്ക്കാണ് ഫസ്റ്റ് ചാന്നാർ റിവോൾട്ട് എന്ന് എടുത്ത് ചോദിക്കുന്നത്. അത് 1822 അല്ലെങ്കിൽ 1822. ഇങ്ങനെ ഒന്നാം ചാന്നാർ സമരം നടക്കും. ഈ ഒന്നാം ചാന്നാർ സമരത്തിന്റെ പ്രധാന നേതാവാണ് ആര്? ആത്മീയ നേതാവാണ് വൈകുണ്ഠസ്വാമികൾ, പ്രധാന നേതാവ്. പിന്നീട് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. 1859 ജൂലൈ 26, 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. തിരുവിതാംകൂറിലെ എല്ലാ പ്രദേശങ്ങളിലെയും ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം കൊടുക്കുന്ന മേൽമുണ്ട് വിളംബരം പ്രഖ്യാപിക്കും. ഉത്രം തിരുനാൾ എന്നറിയപ്പെടുന്ന രാജാവാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിലൂടെ തിരുവിതാംകൂറിലെ എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അധികാരം കിട്ടും. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഈ പറയുന്ന ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കാൻ കാരണക്കാരനായ ഇംഗ്ലീഷുകാരന്റെ പേര് ഹാരിസൺ പ്രഭുവാണ്. മലബാർ ഈ പറയുന്ന മദ്രാസ് ഗവർണറായ ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കുന്നത്. വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് ഉത്രം തിരുനാൾ. അപ്പൊ ചാന്നാർ കലാപത്തിന്റെ ആത്മീയ നേതാവാര? അത് വൈകുണ്ഠസ്വാമികളാ. തിരിഞ്ഞു പോരുത്. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ കലാപം ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം ഞാൻ പറഞ്ഞ ചോദ്യം എന്തുവായിരുന്നു? കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. അപ്പൊ കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടന ചോദിച്ചാൽ അത് സമത്വ സമാജമായിരിക്കുമല്ലോ. കേരളത്തിൽ ആദ്യ സാമൂഹ്യ മുന്നേറ്റം, സാമൂഹ്യ കലാപം ചോദിച്ചാൽ അതിനുത്തരം ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയുടെ മറ്റു പേരുകൾ മേൽമുണ്ട് കലാപം, മാറുമറയ്ക്കൽ കലാപം, ശീലവഴക്ക്. ഓക്കെ, അടുത്തത് നമ്മളെ കുഴപ്പിക്കുന്ന മറ്റൊരു ഏരിയയാണ് മെമ്മോറിയൽ. ആ മെമ്മോറിയൽ ഒരു പാക്കേജ് ആയിട്ട് ഞാൻ എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ ഈ വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കണം. മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും സെയിം വർഷമാണ്. 1891 മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും നടക്കുന്നത്. രണ്ടും എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞോളാം. വരും ക്ലാസ്സിൽ റിവിഷൻ മോഡൽ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്ത് കേരള നവോത്ഥാനം, കേരള ചരിത്രം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറുള്ള ഒറ്റ സ്ട്രെച്ചുള്ള വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഈ കണ്ടന്റുകളെല്ലാം കാണും. ദെൻ ഒന്നാം ഈഴവ മെമ്മോറിയൽ ഉണ്ട് 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ ഉണ്ട് 1900. ഒരു ലോജിക് കൂടെ പറഞ്ഞുതരാം. മലയാളി മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട നേതാവ് GP പിള്ളയാണ്, ബാരിസ്റ്റർ GP പിള്ളയാണ്. ഒന്നാം ഈഴവ മെമ്മോറിയലിന്റെയും രണ്ടാം ഈഴവ മെമ്മോറിയലിന്റെയും നേതാവ് എന്നറിയപ്പെടുന്നത് അത് ഡോക്ടർ പൽപ്പൂമ. ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി തന്നെ എടുത്തോളാം. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയുടെ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഈ മത്സര പരീക്ഷയിൽ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കുക. വർഷം ഞാൻ പറഞ്ഞല്ലോ ഒരു വസ്തുത നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പഠിച്ചേ പറ്റൂ. ഇപ്പൊ PSC 2024 മുഴുവൻ മത്സര പരീക്ഷ ചോദ്യം നിങ്ങൾ എടുത്തു. LDC പരീക്ഷയുടെ ചോദ്യം എടുത്തു, LGS പരീക്ഷയുടെ ചോദ്യം എടുത്തു, അല്ലെങ്കിൽ അസന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ചോദ്യം എടുത്തു. അതിനകത്തെല്ലാം വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം ചോദിച്ചേക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ എഴുതിയാൽ, അങ്ങനെയാണ് ചോദ്യം. അപ്പൊ ഈ പറയുന്ന വർഷങ്ങളെല്ലാം അറിയാൻ പറ്റണം. ആദ്യം നടന്നത് എന്താണെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഈ പറയുന്ന വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചുതെങ്ങ് കലാപം. ഈ പറയുന്ന ഒന്ന് നോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ കലാപം. ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം. ഇനി സെയിം GK ഇങ്ങനെ ചോദിക്കും, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം. ആദ്യ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ടതേ. ആദ്യം നമ്മൾ പറയുന്ന അക്ഷരം ആ എന്നല്ലേ? ആ ഇച്ചിരി കൂടെ സംഘടിച്ച് ഇച്ചിരി കൂടെ സ്ട്രെസ് ഒക്കെ കൊടുത്തല്ലോ ആ എന്ന് പറയുന്നത്. ഇത് തന്നെയാ ലോജിക്ക്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം, ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. കുളച്ചൽ യുദ്ധം പരീക്ഷയ്ക്ക് ചോദിക്കും. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം ചോദിച്ചാൽ 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് വരെ ചോദിച്ചാൽ 1800 മുതൽ 1805. ഈ പഴശ്ശി വിപ്ലവം എന്ന് മാത്രം ചോദിച്ചാൽ 1793 മുതൽ 1805 വരെയാണ്.
ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് എടുത്ത് ചോദിക്കുന്നു, രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഈ 2 വർഷങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. പഴശ്ശി വിപ്ലവം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ 1793 മുതൽ 1805 വരെ. ദെൻ കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞൊരു വർഷമുണ്ട്. 1809 കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവത്തിന്റെ പേരാണ് വാഗൺ ട്രാജഡി. 1921 വാഗൺ ട്രാജഡി നടക്കുന്നത്. വൈക്കം സമരം നടന്ന വർഷം 1924 മുതൽ 25 വരെയാണ്. 603 ദിവസമാണ് നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 കേരളത്തിൽ ആദ്യമായിട്ട് ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഗുരുവായൂരാണ്. ഇതെല്ലാം പറഞ്ഞങ്ങ് പോവല്ല, വരും ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള സമയമുണ്ട്, ഞാൻ എടുത്തു തരാം, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒന്ന് കേക്ക്. ഓക്കെ. ദെൻ നിവർത്തന സമരം 1932 കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 1932 നിവർത്തന സമരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 1936 നവംബർ 12 ടിക്ക് ചെയ്ത് പഠിക്കണം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. മൊറാഴ സമരം ചോദിച്ചാൽ അത് 1940 മൊറാഴ സമരം നടക്കുന്നത്. പുന്നപ്ര വയലാ സമരം എന്നാണ് ചോദിച്ചാൽ 1946. ഇത്രയും വർഷം പഠിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇക്കഴിഞ്ഞ 2024 LDCയിലും LGS പരീക്ഷയിലും ഇത്രയും സമരങ്ങളുടെ വർഷം ചോദിച്ചിട്ടുണ്ട്. ഈ വർഷമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷയിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, ഇതിന് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇതിന്റെ പരീക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയുന്നു, ഈ ക്ലാസ്സിന്റെ കണ്ടന്റ് മാത്രമല്ല പരീക്ഷ. ഇപ്പൊ കേരള നവോത്ഥാനത്തിൽ നമ്മൾ ഈ ക്ലാസ് കണ്ടു, പോയി പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ തെറ്റിപ്പോവും. കാരണം എന്താണെന്നറിയാവോ, ഈ ക്ലാസ്സിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്, മാക്സിമം BYQ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.